ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മുമ്പിൽ കൂടെ പോകുന്നതാണ് മകേഷ്. നമ്മൾ ഗീവയ്ക്ക് കൊടുത്ത പയ്യനാണ്. പയ്യൻ എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. വണ്ടി വേണമെന്ന് തന്നെ അല്ല, വാച്ച് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഗീവയ്ക്കുള്ള വാച്ച് ഈ പയ്യനാണ് കൊടുത്തേക്കുന്നത്. എന്തായാലും കേസ് ഞാൻ ഒരു തമാശയാണ് പറഞ്ഞത്. പുള്ളിക്കാരൻ ഞാൻ എന്തായാലും വാച്ചൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഈ വെഹിക്കിളിൽ വാച്ച് ഇപ്പോഴും കയ്യിൽ തന്നെ ഇരിക്കുന്നു. ഏകദേശം ഞാൻ പറഞ്ഞ പോലെ കമൻ്റ് ഒന്നും വരാത്തത് കൊണ്ട് ഞാനിതിപ്പോഴും മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ പോകുന്ന മുമ്പേ ഇങ്ങനെ പോയി ഒരു 30 കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ ഇവിടെയുള്ള വേറെ ആർക്കെങ്കിലും ഞാൻ എടുത്ത് കൊടുക്കാൻ വേണ്ടി പോകും. ഇപ്പോൾ ഞാൻ നേരെ പോകുന്നത് എനിക്കൊരു ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ്. പുള്ളിക്കാരനെ കാണാൻ വേണ്ടി പോകുന്ന ഏകദേശം തൃപ്പരപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഏകദേശം നല്ലൊരു വെള്ളച്ചാട്ടം ഡാമിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ കുറച്ച് സ്ഥലത്ത് കൂടെയൊക്കെയാണ് പുള്ളിക്കാരൻ്റെ വീട്ടിൻ്റെ അങ്ങോട്ട് പോകണം. ഏകദേശം ഒരു 20 കിലോമീറ്റർ അടുപ്പിച്ച് മാത്രമേ ദൂരമേ ഉള്ളൂ. നാട്ടിൽ നിൽക്കുന്ന സമയങ്ങളിലെല്ലാം ഞാൻ എപ്പോഴും ഇവിടെയൊക്കെ പോകാറൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്ഥലങ്ങളൊക്കെ ഇനി ഒരിക്കൽ കൂടെ പോയിട്ട് ഞാൻ എന്തായാലും അവിടുത്തെ വീഡിയോസ് മൊത്തം എടുത്ത് കാണിക്കാൻ വേണ്ടി നോക്കാം. ഫോട്ടോ എടുക്കുക, കാരണം നല്ലൊരു സ്ഥലമാണ് കാണുന്നതിന്. പോകുന്ന വഴിക്കാണ് ഒരു ചർച്ചയുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടി അനുവാദമില്ലാത്തത് കൊണ്ട് അകത്ത് കയറാൻ വേണ്ടി നിന്നില്ല. ഏകദേശം രാത്രി ഒരു 7-7:30 ആയിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിക്കാണ് ഒരു പള്ളിപ്പെരുന്നാൾ നടക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് ഞാനപ്പോൾ എൻ്റെ പുറകിലിരുന്ന കൂട്ടുകാരനോട് മകേഷിനോട് അവനോട് പറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി. അവൻ എന്തായാലും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും വണ്ടി ഒട്ടിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവൻ എന്തായാലും വീഡിയോ ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. എഡിറ്റൊക്കെ ചെയ്യുന്നത് നമ്മളാണ്. നാട്ടിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ എൻജോയ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. പോകുന്ന വഴിക്കാണ് ഓരോ ബേക്കറി കയറിയിട്ട് ഒരു ഷാർജ്, ഒരു എഗ്ഗല്ല മീറ്റ് റോളും കൂടെ വാങ്ങിച്ചത്. ഞാൻ എന്തായാലും ഓറിയോയുടെ ഷേക്കാണ് ചോദിച്ച് വാങ്ങിച്ചത്. ഷേക്ക് കുടിക്കുമ്പോൾ തന്നെ നല്ല രുചി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓറിയോ ബിസ്ക്കറ്റും കൂടെ എടുത്തു കഴിഞ്ഞ് ഉള്ള രുചിയും കൂടെ പോയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഓർഡർ ചെയ്ത സാധനം ചിക്കൻ റോൾ വന്നപ്പോൾ അതും എടുത്ത് കഴിച്ച് നോക്കിയത്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിൽ പോകുന്നതായിരുന്നു. നല്ല മഴ ഉണ്ടായിരുന്നു പാലത്തിൽ. അത്യാവശ്യം മഴയൊക്കെ നനഞ്ഞുകൊണ്ട് തന്നെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പുള്ളിക്കാരനല്ല മകേഷിനെന്ത് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും കാണിക്കാൻ വേണ്ടി എന്നാലും മൊബൈൽ മൊത്തത്തിൽ നനഞ്ഞിട്ടുണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കാത്തത്. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ പുള്ളിക്കാരൻ്റെ വയർ കാണുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എന്തായാലും വീഡിയോ എന്തായാലും ഓഫാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അത് നല്ല രീതിയിൽ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നേരെ എങ്ങനെ വീട്ടിൽ എത്തിയാൽ മതി എന്നുള്ള ഒറ്റ ചിന്തയായിരുന്നു. എന്തായാലും ഞാൻ അവനെ കളിയാക്കിയതെന്നല്ല, അവനേക്കാൾ ഏറ്റവും കൂടുതൽ വയറുള്ളത് എനിക്കാണ്. ഇപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, വയസ്സ് അങ്ങനെയാണേ. ഇനിയും നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ ബൈ ഗായ്സ്.